ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1989 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയം നേടിയ ടോപ്പ് 10 ബിഗസ്റ്റ് ഹിറ്റ്സ് ഓഫ് 1989 ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. താരതമ്യേന വിജയങ്ങൾ കുറവായൊരു വർഷമായിരുന്നു 1989. എന്നാൽ വിജയം നേടിയ ചിത്രങ്ങളൊക്കെയും മികച്ച പ്രേക്ഷക ശ്രദ്ധയും കലാമൂല്യവും ഒരേപോലെ നേടിയെടുത്ത ചിത്രങ്ങളായിരുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ ഇടം പിടിച്ച 89 ടോപ്പ് 10-ൽ ജയറാമിന്റെ ചിത്രങ്ങളും വിജയം കൊയ്തു എന്നുള്ളത് 89-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമായിരുന്നു. ഇനി ഏതൊക്കെയാണ് 1989-ൽ ടോപ്പ് 10-ൽ ഇടം പിടിച്ച മലയാള ചിത്രങ്ങൾ എന്ന് നോക്കാം. 89-ലെ ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 10 കമലഹാസൻ നായകനായി എത്തിയ ചാണക്യൻ. ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു ചാണക്യൻ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. രാജീവ് കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം നവോദയായിരുന്നു നിർമ്മിച്ചിരുന്നത്. കമലഹാസൻ തന്റെ കരിയറിൽ അവസാനമായി അഭിനയിച്ച മലയാള ചിത്രം എന്ന പേരുള്ള ചാണക്യനിൽ ജയറാമും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. അക്കാലത്ത് അധികം ആരും കൈകാര്യം ചെയ്യാതിരുന്ന ഒരു അഡ്വാൻസ്ഡ് റിവെഞ്ച് ത്രില്ലർ ചിത്രമായിരുന്നു ചാണക്യൻ. ബോളിവുഡ് നടി ഊർമിള മറ്റോഡ്കർ ആദ്യമായി അഭിനയിച്ച മലയാള ചിത്രമായ ചാണക്യനിൽ തിലകനും വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയിരുന്നു. അക്കാലത്തെ കമലഹാസന്റെ മാനറിസങ്ങൾക്ക് അനുയോജ്യമായി എടുത്ത ഈ ചിത്രത്തിൽ മധു, സിത്താര, ജഗദീഷ്, PC സോമൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. നല്ല ചിത്രമെന്ന അഭിപ്രായം നേടിയ ചാണക്യൻ അത് അർഹിക്കുന്ന വിജയം എന്നാൽ ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് കൾട്ട് ക്ലാസിക്കുകളൊന്നായി മാറിയ ചാണക്യൻ ബോക്സ് ഓഫീസിൽ എബോവ് ആവറേജ് എന്ന സ്റ്റാറ്റസ് മാത്രമേ അക്കാലത്ത് നേടിയുള്ളൂ. മോഹൻ സിത്താരയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. 89-ലെ ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 9 മമ്മൂട്ടി നായകനായി എത്തിയ അർത്ഥം. മമ്മൂട്ടിയെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം ജൂലൈ 28-ാം തീയതിയായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഒരു ഫാമിലി ത്രില്ലർ കാറ്റഗറിയിലുള്ള അർത്ഥം മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് വേഷങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. സത്യനന്ദിക്കാടിന്റെ ഫാമിലി കോമഡി എന്റർടൈനർ എന്ന കാറ്റഗറിയിൽ നിന്ന് മാറിയെടുത്ത ഒരു ചിത്രമായിരുന്നു അർത്ഥം. വേണുനാഗവള്ളി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം മമ്മൂട്ടിയുടെ ആരാധകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സാമാന്യം തരക്കേടില്ലാത്ത വിജയം നേടി. എന്നിരുന്നാലും ഒരു ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ അർത്ഥത്തിനായില്ല. മമ്മൂട്ടി ബെൻ നരേന്ദ്രൻ എന്ന കഥാപാത്രമായി അരങ്ങ് തകർത്ത ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, ശരണ്യ, ജയറാം, മുരളി, മാമുക്കോയ, കൊല്ലം തുളസി, പാർവതി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. സത്യനന്ദിക്കാട് മമ്മൂട്ടി കൂട്ടുകെട്ടിലൊരുങ്ങിയ മികച്ചൊരു ത്രില്ലർ ചിത്രമെന്ന വിശേഷണം നേടിയെടുത്ത അർത്ഥത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 89-ലെ ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 8 ജയറാം നായകനായി എത്തിയ മഴവിൽ കാവടി. 89 നവംബർ മാസം 9-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരു ഫാമിലി കോമഡി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. കുടുംബ പ്രേക്ഷകരുടെ സംവിധായകൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ഗ്രാമീണ നർമ്മലം തുളുമ്പുന്ന ചിത്രം ഫാമിലി കോമഡി എന്റർടൈനർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത മഴവിൽ കാവടി സാമ്പത്തികമായി വിജയം കൊയ്ത് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. പഴനിയുടെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ചിത്രത്തിൽ സിതാരയും ഉർവശിയുമായിരുന്നു ജയറാമിന്റെ നായികമാരായി എത്തിയത്. സത്യനന്ദിക്കാടിന്റെ സ്ഥിരം അഭിനേതാക്കളായ ഇന്നസെന്റ്, മാമുക്കോയ, കരമന ജനാർദ്ദൻ നായർ, ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഫിലോമിന തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. കോക്കേഴ്സ് ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച എല്ലാ ഗാനങ്ങളും മികച്ച ജനപ്രീതി നേടിയെടുത്ത ഗാനങ്ങളായിരുന്നു. ഉർവശിക്ക് 1989-ലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു മഴവിൽ കാവടി. രഘുനാഥ് പല്ലേരിയായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. 89-ലെ ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 7 ജയറാമിന്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ജൂൺ 16-ാം തീയതിയായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നത്. കമൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിലിറങ്ങിയ ഈ മുഴുനീള കോമഡി ചിത്രത്തിൽ മലയാളത്തിലെ അക്കാലത്തെ ഒട്ടുമിക്ക കോമഡി താരങ്ങളും അണിനിരന്നിരുന്നു.
പ്രമേയത്തിലെയും അവതരണത്തിലെയും വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കാസിൽ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം മികച്ച കളക്ഷനിൽ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കി. മോഹൻലാൽ അതിഥി താരമായി വേഷമിട്ട ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, PC ജോർജ്, ജോണി, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ജയറാമിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 ദിവസം പിന്നിട്ട മലയാള ചിത്രമായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായി സ്വാധീനിച്ചു. 89 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 6 മമ്മൂട്ടി നായകനായി എത്തിയ മൃഗയ. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 22 തീയതിയായിരുന്നു മൃഗയ കേരളത്തിൽ റിലീസ് ചെയ്തത്. മമ്മൂട്ടി വേട്ടക്കാരൻ വാറുണ്ണി എന്ന അതിഗംഭീരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം IV ശശിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ മൃഗയ മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാലഞ്ചിങ് ആയ ഒരു കഥാപാത്രമായിരുന്നു അവതരിപ്പിച്ചത്. AK ലോഹിതദാസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ മൃഗയ മികച്ച ഇനീഷ്യലും അതിലൊത്ത മൗത്ത് പബ്ലിസിറ്റി നേടി സൂപ്പർ ഹിറ്റ് വിജയമാവുന്ന കാഴ്ചയായിരുന്നു 1989 നമുക്ക് കാണാൻ കഴിഞ്ഞത്. KRG എന്റർപ്രൈസസ് നിർമ്മിച്ച മൃഗയ പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു. തിലകൻ, ഉർവശി, സുനിത, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ്, ഭീമൻ രഘു തുടങ്ങി IV ശശിയുടെ സ്ഥിരം താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം IV ശശിക്ക് 1989 മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന അവാർഡും നേടിക്കൊടുത്ത ചിത്രമായിരുന്നു. മികച്ച ഗാനങ്ങളുള്ള മൃഗയയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശങ്കർ ഗണേശ് ആയിരുന്നു. 89 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 5 മോഹൻലാലിന്റെ എവർഗ്രീൻ ക്ലാസിക് ഹിറ്റ് ചിത്രം ജൂലൈ 7 തിയേറ്ററുകളിലെത്തിയ കിരീടം. സിബി മലയിലിന്റെ സംവിധാനത്തിൽ ലോഹിദാസിന്റെ തിരക്കഥാ സംഭാഷണത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റായി മാറിയ ചിത്രമായിരുന്നു. കൃപ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിന്റെ ഏറ്റവും മികച്ച ചിത്രമായി ഇന്നും അറിയപ്പെടുന്നു. മോഹൻലാൽ സേതുമാധവൻ എന്ന അവിസ്മരണീയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച കിരീടം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വൻ വിജയമാണ് അക്കാലത്ത് നേടിയത്. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പിന്നിട്ടു. തിലകനും മികച്ചൊരു അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ പാർവതി, മുരളി, ജഗതി ശ്രീകുമാർ, സമീർ പൊന്നമ്മ എന്നിവരെ കൂടാതെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻ രാജും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 89 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 4 മോഹൻലാൽ ജോഷി ടീമിന്റെ നാടുവാഴികൾ. മെയ് 5 തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം 7 ആർട്സ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം SN സ്വാമിയായിരുന്നു നിർവഹിച്ചിരുന്നത്. മധുവും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ തമിഴ് നടി രൂപിണിയായിരുന്നു മോഹൻലാലിന്റെ നായികയായി വേഷമിട്ടത്. നാടുവാഴികളിൽ വളരെ ശക്തന്മാരായ വില്ലൻ കഥാപാത്രങ്ങളായി എത്തിയത് ദേവനും മുരളിയുമായിരുന്നു. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം കൊണ്ടും ജോഷിയുടെ സംവിധാന മികവ് കൊണ്ടും ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഈ ചിത്രം സൂപ്പർ ഹിറ്റ് ആവുന്ന കാഴ്ചയായിരുന്നു 89 മെയ്യിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിൽ തിലകൻ, വിജയരാഘവൻ, ബാബു നമ്പൂതിരി, ജനാർദ്ദനൻ, ജഗതി ശ്രീകുമാർ തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ആക്ഷനോടൊപ്പം ഫാമിലി സെന്റിമെന്റ്സിനും പ്രാധാന്യം നൽകിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്യാം ആയിരുന്നു. 89 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 3 മമ്മൂട്ടി ജോഷി ടീമിന്റെ നായർ സാബ്. 89 ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 8 തീയതിയായിരുന്നു നായർ സാബ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. കാശ്മീരിന്റെ പശ്ചാത്തലത്തിലൊരുങ്ങിയ ഈ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡ്രാമ ചിത്രം ഇന്ത്യൻ ആർമിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു. വെറ്ററൻ ഡയറക്ടർ ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം ലിബർട്ടി പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചത്. മമ്മൂട്ടി നായർ സാബായി അരങ്ങ് തകർത്ത ഈ ചിത്രം വമ്പൻ ഇനീഷ്യലും മികച്ച കളക്ഷനുമായി ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് കരസ്ഥമാക്കിയത്. പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 100 ദിവസം പിന്നിട്ട ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, സുമലത, ലാലു അലക്സ്, ജഗന്നാഥ വർമ്മ, മുകേഷ്, ദേവൻ, ഗീത, ലിസി, ഗണേഷ് കുമാർ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ഡെന്നിസ് ജോസഫും ഷിബു ചക്രവർത്തിയും തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം SP വെങ്കടേഷിന്റെ അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധ നേടി. 89 ഓണം വിന്നറായിരുന്നു നായർ സാബ്. 89 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 2 സിദ്ദിഖ് ലാൽ ആദ്യമായി സംവിധാനം ചെയ്ത റാംജി റാവ് സ്പീക്കിംഗ്. ഓഗസ്റ്റ് 4 തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ കോമഡി ചിത്രങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയ ചിത്രമായിരുന്നു. സിദ്ദിഖ് ലാൽ എന്ന പുതുമുഖ ഇരട്ട സംവിധായകരുടെ ആദ്യ സംരംഭം യാതൊരു ഹൈപ്പും ഇല്ലാതെയായിരുന്നു തിയേറ്ററുകളിൽ റിലീസ് ചെയ്തെങ്കിലും വൻ വിജയമാണ്
പിന്നീട് ഈ ചിത്രം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നേടിയത്. സായ് കുമാർ ആദ്യമായി മലയാള സിനിമയിൽ നായകനായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിൽ മുകേഷും ഇന്നസെന്റും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങളിലെത്തിയിരുന്നു. രേഖ മലയാള സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം ഫാസിലും സ്വർഗചിത്ര അപ്പച്ചനും ഔസേപ്പച്ചനും ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. 89-ലെ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ഈ ചിത്രം പ്രമുഖ റിലീസ് കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചു. ദേവൻ, വിജയരാഘവൻ, മാമുക്കോയ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം BC സെന്ററുകളിലും വൻ വിജയമാണ് കൈവരിച്ചത്. S. ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും അക്കാലത്ത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. 89-ലെ ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 1 ഏപ്രിൽ 14-ന് വിഷുദിനത്തിൽ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ എവർഗ്രീൻ ക്ലാസിക് ചിത്രം ഒരു വടക്കൻ വീരഗാഥ. വടക്കൻ പാട്ടിനെ ആധാരമാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ എപ്പിക് ചിത്രത്തിന് MT വാസുദേവൻ നായരായിരുന്നു കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയത്. അതുവരെ നമ്മൾ കേട്ടിരുന്ന വടക്കൻ പാട്ടുകളിലെ ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തിന് നായക പരിവേഷം നൽകി MT വാസുദേവൻ നായർ ഒരുക്കിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി അസാമാന്യ അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. മമ്മൂട്ടിക്ക് 1989-ലെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രം മികച്ച ഇനീഷ്യലിലും വമ്പൻ കളക്ഷനിലും ലോങ് റണ്ണിൽ നേട്ടമുണ്ടാക്കി ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച ഈ ചിത്രം കോഴിക്കോട് സംഘം തിയേറ്ററിൽ 175 ദിവസമായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. മാധവി ഉണ്ണിയാർച്ചയായി നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി ആരോമൽ ചേകവറിന്റെ വേഷമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. ബാലൻ കെ നായർ, ക്യാപ്റ്റൻ രാജു, ഗീത, രാജലക്ഷ്മി, ദേവൻ, സഞ്ജയ്, ചിത്ര, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം മികച്ച ജനപ്രീതിക്കും കലാമൂല്യത്തിനുമുള്ള 89-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയിരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ബോംബെ രവി സംഗീത സംവിധാനം നിർവഹിച്ച 5 സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. MT വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിക്കൊടുത്ത ഈ ചിത്രം മമ്മൂട്ടിയുടെ കൾട്ട് ക്ലാസിക്കുകളൊന്നായി ഇന്നും അറിയപ്പെടുന്നു. ആകെ സമ്മറി നോക്കുമ്പോൾ 5 ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ 2 ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടി. ഒരു വടക്കൻ വീരഗാഥയും റാംജിറോ സ്പീക്കിങ്ങും ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ നാടുവാഴികൾ, നായർ സാബ്, കിരീടം, മൃഗയ, പെരുവണ്ണാവത്തെ വിശേഷങ്ങൾ എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. മമ്മൂട്ടിയുടെ 4 ചിത്രങ്ങൾ ടോപ്പ് 10-ൽ ഇടം പിടിച്ചു. മോഹൻലാലിന്റെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ ഗസ്റ്റ് റോൾ ഉൾപ്പെടെ 3 ചിത്രങ്ങൾ ടോപ്പ് 10-ൽ ഇടം പിടിച്ചു. ജയറാമിന്റെ 4 ചിത്രങ്ങൾ ടോപ്പ് 10-ൽ ഇടം പിടിച്ചു. ഇത്രയുമാണ് 1989-ൽ ഏറ്റവും വലിയ വിജയം നേടിയ 10 ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.